വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ജീപ്പിൽ ഇങ്ങനെ അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോവുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വിഷ്ണു ഇങ്ങനെ ആണൊരുത്തനായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഏത് ഹീറോ വരാനാണ് കളക്ടറെ എന്നിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോവുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് എതിരെ ശിവൻ വരുന്നുണ്ട്. ശിവനാണെങ്കിൽ ബുള്ളറ്റ് കൊണ്ടുവന്ന് ജീപ്പിനോട് ഇങ്ങനെ ക്രോസ് ചെയ്ത് എതിരെ വന്നിട്ട് ക്രോസ് ചെയ്ത് നിർത്തുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോൾ രണ്ടുപേരും കൂടി ശാലിനിയും വിഷ്ണു ഇങ്ങനെ മുന്നോട്ടായുന്നുണ്ട്. അതിനുശേഷം അവർ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ആ ഒരു കോളനിയുടെ കാര്യത്തിലെ ആ ഒരു തർക്കത്തിന് വേണ്ടി തന്നെയാണ് ശാലിനിയുടെ മുന്നിലേക്ക് വരുന്നത്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വന്ന് ചാടിയ സ്ഥിതിക്ക് എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കിയിട്ടേ നീ പോവുകയുള്ളൂ എന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. അത് രണ്ടുപേരും കൂടി ഒരു അടിക്കെന്ന പോലെ തന്നെ നിൽക്കുകയാണ്. ശാലിനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. തുടർന്ന് അവർ തമ്മിൽ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. വിഷ്ണു അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ശിവനും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഒരാൾ ഒന്ന് കൊടുക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അവസാനം ശിവന് ഒന്ന് കുറേ അടിച്ച ശേഷമാണെങ്കിൽ രണ്ടുപേരും വിഷ്ണു വാണിങ്ങൊക്കെ കൊടുത്ത ശേഷം രണ്ടുപേരും കൂടി തിരിയുന്നുണ്ട്. പക്ഷേ അന്നേരം ശിവൻ പിന്നേന്ന് വന്ന് വിഷ്ണുവിൻ്റെ മുതുകത്തേക്ക് ചവിട്ടുകയാണ് ചെയ്യുന്നത്. അന്നേരം വിഷ്ണു അങ്ങോട്ട് നിന്ന് വീഴുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ശാലിനി. ശാലിനിക്കൊന്നും ചെയ്യാനോ പറയാനോ സാധിക്കുന്നില്ല. അതായത് ആര് ജയിക്കും എന്നുള്ള രീതിക്ക് വരുന്നില്ല. രണ്ടുപേരും ഒരേപോലെ നിൽക്കുകയാണ്. അതൊരു ഭയങ്കര പ്രമോ എന്ന പോലെയാണ് കാണിക്കുന്നത്. വീഴുന്നവനും വാഴുന്നവനും ആര് എന്ന രണ്ട് ഉഗ്രശക്തികൾ ഒരേ തട്ടകത്തിൽ എന്നൊക്കെ പറഞ്ഞാണ് പ്രൊമോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ എങ്ങനെ ഒരു ഒത്തുതീർപ്പ് സീൻ ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ മഹേന്ദ്രൻ്റെ വീട്ടിൽ പോയപ്പോൾ മഹേന്ദ്രൻ്റെ ഭാര്യ നിർമ്മല ഇങ്ങനെ കുറുകെ പറഞ്ഞതുകൊണ്ട് വിഷ്ണു അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും അടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ശാലിനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റ് എങ്ങനെ അവസാനിക്കുമെന്നുള്ളതാണ്. രണ്ടുപേരും നിർത്തിയാലേ നിൽക്കത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യത്തുള്ളൂ. ആരും ജയിക്കുന്ന ആ ഒരു ഇത് വരുന്നില്ല. ഒരേപോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി എന്താകും എന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.